അവകാശപ്പോരിന് നിമിഷങ്ങൾ ബാക്കിയാക്കി രണ്ടാം കിരീടത്തിനായി ഇന്ത്യ. ദക്ഷിണാഫ്രിക്ക ഇറങ്ങുന്നത് കന്നി കിരീടം ഉറപ്പിക്കാൻ. മത്സരം രാത്രി 8-ന് കെൻസിംഗ്ടൺ ഓവലിൽ. തിരുവനന്തപുരം ചെമ്പഴത്തി അഗ്രികൾച്ചർ സഹകരണ സംഘത്തിനെതിരെ നാട്ടുകാർ. ചിട്ടിത്തുക ലഭിക്കാത്തതിൽ ജീവനൊടുക്കിയ ബിജുകുമാറിന്റെ മൃതദേഹവുമായി പ്രതിഷേധം. കൂടുതൽ പേർ പറ്റിക്കപ്പെട്ടെന്നും വെളിപ്പെടുത്തൽ. സംഭവിച്ചത് ആ ചെറുക്കം ഇവിടെ കൊണ്ട് കുറച്ച് പൈസ എന്തായാലും ഉൾപ്പെടെ ചെയ്തത്. അപ്പോൾ പല അവധികളും അവൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാം പറഞ്ഞു അവൻ കൈകാര്യം ചെയ്തത് തന്നെ, അല്ലാതെ ഇല്ല. പ്രതിഷേധം അവസാനിപ്പിച്ചത് വിഷയം അന്വേഷിക്കാമെന്ന RDOയുടെ ഉറപ്പിന്മേൽ. കരുവന്നൂർ കേസിൽ പാർട്ടിയുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPIM. നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് MV ഗോവിന്ദൻ. ED നടപടിയെക്കുറിച്ച് അറിയില്ലെന്ന് MM വർഗീസ്. സർവകലാശാല VC നിയമനത്തിൽ ഗവർണറുടെ അപ്രതീക്ഷിത നീക്കം. സെനറ്റ് പ്രതിനിധിയില്ലാതെ 6 വാഴ്സിറ്റികളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വിജ്ഞാപനമിറക്കി. ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ. പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാലയ്ക്കെതിരെ ഗവർണർക്ക് കത്തയച്ചു മാതാപിതാക്കൾ. പെരിയാറിലേക്ക് മാലിന്യമൊഴുക്കിയ CG ലൂബ്രിക്കൻസ് ഫാക്ടറിക്കെതിരെ കേസ്. നടപടി പ്രദേശവാസിയുടെ പരാതിയിൽ. മൂന്നാറിൽ പുഴയിലേക്ക് മാലിന്യമൊഴുക്കിയ ഹോട്ടൽ പൂട്ടിച്ച് പഞ്ചായത്ത്. ബുഹാരി ഹോട്ടലിനെതിരെ 2 ലക്ഷം രൂപ പിഴയും ചുമത്തി. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇംപാക്ട്. വൈറ്റില ഹബ്ബ് റോഡിലെ കുഴിയടച്ച അധികൃതർ. നടപടി റോഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ചുള്ള കേരള വിഷൻ ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ. യാത്രക്കാരെ വലച്ച് കൊയിലാണ്ടി പൂക്കാട് റോഡിൽ കുഴികളും വെള്ളക്കെട്ടും. കേരള വിഷൻ പരമ്പര നവ കുഴിയടക്കം തുടരുന്നു. T20 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 8-ന് കെൻസിംഗ്ടൺ ഓവൽ ബാർബഡോസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഒരു മാസക്കാലത്തെ ക്രിക്കറ്റ് ആവേശത്തിന് കൊടിയിറങ്ങാൻ ഇനി ഒരു മത്സരത്തിന്റെ ആയുസ് മാത്രം. ഫൈനൽ മത്സരത്തിനായി തയ്യാറെടുക്കുന്ന ഇന്ത്യക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും കിരീട നേട്ടം വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം കുറിക്കുവാനുള്ള അവസരം കൂടിയാണ്. 2013-ലാണ് ഇന്ത്യ അവസാനമായി ഒരു പ്രധാന ടൂർണമെന്റിൽ കിരീടമുയർത്തുന്നത്. കഴിഞ്ഞ വർഷം ഏകദിന ലോകകപ്പിൽ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയക്ക് മുൻപിൽ അടിപതറി. ദക്ഷിണാഫ്രിക്ക 35 വർഷങ്ങൾക്കു ശേഷമാണ് ഒരു പ്രധാന ടൂർണമെന്റിന്റെ ഫൈനലിലെത്തുന്നത്. പലതവണ നോക്കൌട്ട് ഘട്ടങ്ങളിൽ പുറത്തായ ടീമിനെ കണ്ണീരോടെ നോക്കി നിന്ന ആരാധകരെ തൃപ്തിപ്പെടുത്താൻ ഫൈനലിസ്റ്റുകൾ എന്ന വിളിക്കപ്പുറം ലോക കിരീടം തന്നെ വേണം. ടൂർണമെന്റിൽ പരാജയമറിയാതെയാണ് ഇരു ടീമും കിരീടത്തിനായി പേടണിയുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ബാറ്റിംഗിലും നീലപ്പടയുടെ നായകൻ. അവസരത്തിനൊത്ത് എല്ലാ താരങ്ങളും മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് റോളിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന വിരാട് കോഹ്ലിയുടെ പ്രകടനം ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും ടീം ക്യാപ്റ്റനും പരിശീലകനും അവസാന മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്നു. ബുംറ നയിക്കുന്ന ബോളിംഗ് നിര പിച്ചിൽ അപകടം വിതയ്ക്കുമെന്നതിൽ സംശയമില്ല. ഇന്ത്യയെ നേരിടാനൊരുങ്ങുന്ന ദക്ഷിണാഫ്രിക്ക ബൌളിംഗിലും ബാറ്റിംഗിലും മികവ് തെളിയിച്ചവരാണ്. നായകൻ മക്രത്തിന്റെ നേതൃത്വത്തിൽ ബാറ്റിംഗിൽ വെടിക്കെട്ട് തീർക്കുന്ന ടീമിൽ ഏത് ബാറ്റർമാരെയും തകർക്കുവാനുള്ള ബൌളർമാരും സുശക്തമാണ്. ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക എന്ന പുതിയ പേര് ചേർക്കപ്പെടുമോ, അതല്ലെങ്കിൽ 2007-ൽ ധോണി ഉയർത്തിയ നേട്ടം രോഹിത്തിന് വീണ്ടും ആവർത്തിക്കാൻ സാധിക്കുമോ എന്നതറിയാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും അമൽനാഥ് പാടിച്ചാലും നിതിൻ പ്രഭാകരനും ചേരുന്നുണ്ട്. അമൽ, ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും